ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനും റൂമിലൊരു കുട്ടിയുണ്ട്, എൻ്റെ റൂംമേറ്റ് ആണ് സാന്ദ്ര. ഹായ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. എങ്ങോട്ടെന്ന് ചോദിച്ചാൽ എവിടെയാണ് പോകുന്നത്? ഈസ്റ്റോട്ടാണ് പോകുന്നത്. അപ്പോൾ വായോ, ഭയങ്കര കാറ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഭയങ്കര വെയിലുണ്ട്. ഞാൻ വിചാരിച്ചു മഴയൊക്കെ പെയ്യുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സാന്ദ്ര ഇടയ്ക്കിടയ്ക്ക് പറയുന്നു മഴയില്ലല്ലോ, അന്ന് മഴയായിരിക്കും. സാന്ദ്രയെ നിങ്ങൾ ഒരു പക്ഷേ ഈ വ്ളോഗിലായിരിക്കും കാണുന്നത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് പുതിയ കുട്ടിയാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ് ഗൈസ്. അയ്യോ, ഇനി ആദ്യം ഒരു ചായ കുടിക്കണം. ഫസ്റ്റ് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യം. കാരണം ചായ കുടിച്ചില്ലെങ്കിൽ ആ ഒരു ദിവസം പോകും. എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ചായ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇല്ല. അപ്പം ചായയാണ് ആദ്യം. അപ്പം ചായ കുടിച്ചിട്ട് നമുക്ക് പോയി. എൻ്റെ അമ്മ മുടിയൊക്കെ കിടന്ന് പറക്കണുണ്ട്, അമ്മാതിരി കാറ്റാണ്. ആ ചേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് നോയിക്കൊണ്ട് പോയി. ഇത് എന്താ പിള്ളേർ കിടന്ന് ഷോ കാണിക്കണേന്നായിരിക്കും. നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയൂ. ചൂടുണ്ടോ? കൊള്ളാവോ? ആവറേജ് അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ചായ ഞാൻ കുടിക്കില്ലേ. ചായ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് ചായ നല്ലതാ. കട്ട്ലേറ്റിനും മധുരമുണ്ട്. എൻ്റെ പള്ളി ഞങ്ങളുടെ നാട്ടിലത്തെ കട്ട്ലേറ്റൊക്കെ എരിവുണ്ടതാ. മധുരം. ഓക്കെ, കട്ട്ലേറ്റ് കട്ട്ലെറ്റ് ആണ് പോവാ കൈക്ക് അങ്ങോട്ട്. സാന്ദ്ര ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സാന്ദ്ര ചിരിക്കാൻ തുടങ്ങിയാണ്ടല്ലോ ഭയങ്കര വിഷയമാണ്. സാന്ദ്ര ചിരിച്ചു തുടങ്ങിയാലോ. മാനവീയം വലിയ ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ ചിലപ്പം വരുമ്പം കുറച്ച് താമസിക്കില്ലേ, എല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നന്നായിട്ട് താമസിക്കും. സാന്ദ്ര മറ്റേ ഇത് മേടിച്ചു, എന്താണ് അതിൻ്റെ കട്ട്ലറ്റ്. ഞാൻ മറ്റേ മോദകം. നിങ്ങൾ മോദകം എന്നല്ലേ പറയുന്നത്? സാന്ദ്രയുടെ സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ എന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ മലപ്പുറം എന്ന് പറയും. ഞാൻ വള്ളുവനാടാണ്. ജില്ലുണ്ട്. സ്വന്തമായിട്ട് ജില്ലയില്ലെന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞങ്ങൾ സാധാ ട്രിവാൻഡ്രം ആണ്. സാന്ദ്ര പിന്നെ എന്താണ് പറയുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവാറില്ല. പക്ഷെ സാന്ദ്രയുടെ സംസാരം കേൾക്കാൻ, സ്ലാങ് കേൾക്കാൻ നല്ല ഭംഗിയാണ്. ഒന്നും പറയണില്ല. ചിരി തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് നിർത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളയമ്പലത്ത് നിന്നാണ് കേട്ടോ ബസ് കയറിയത്. ബസ്സിൽ സീറ്റൊക്കെ കിട്ടി, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഈസ്റ്റ് ഫോർട്ടാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാന്ദ്ര ഇനി എഴുന്നേറ്റ് വന്നു കേട്ടോ. അവിടെ പോയില്ലേ. അപ്പോൾ സാന്ദ്ര ഇനി പോന്നു. നേരത്തെ എൻ്റെ അടുത്തൊരു അപ്പാപ്പനായിരുന്നു, പാവ അപ്പാപ്പനാന്ന് തോന്നുന്നു. പാവം ഫോണൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു. പാവം പേടിച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്ന കട്ടെന്ന് തോന്നി. ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു, എൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്നിട്ട് ബസ്സിൽ ഫസ്റ്റ് ടൈം ആണല്ലേ? ഫസ്റ്റ് ടൈമാണ് സാന്ദ്ര ഇങ്ങോട്ട് വരുന്നത്. അപ്പം നമുക്കിവിടെ നിന്ന് ചുറ്റിക്കറങ്ങാം. ഓക്കെ. അപ്പോൾ സാന്ദ്ര ഇങ്ങോട്ടൊന്നും ഇങ്ങനെ ബസ്സിലൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് സത്യം പറഞ്ഞാൽ വരണമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവളും കൂടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നത്. അപ്പോൾ ഈസ്റ്റ് ഫോർട്ട് എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് പല പല ഐറ്റംസൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ കമ്മൽ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ സാന്ദ്രയ്ക്കും കമ്മൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കമ്മൽ നോക്കുകയാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മണി മറ്റും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. കുറച്ച് സമയം ഇതിന് മുന്നിൽ ഇങ്ങനെ നിൽക്കാമെന്ന് വെച്ചു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല സമാധാനമാണ്. അപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും ആ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ എത്ര സമയം വേണമെങ്കിലും നിൽക്കാം, പ്രത്യേകിച്ച് ഒരു മടുപ്പും തോന്നില്ല. ഞാനാണെങ്കിൽ സാന്ദ്രയോട് ചോദിച്ചപ്പോൾ അവളും ഓക്കെയാണ്, ഇവിടെ തന്നെ നിൽക്കാമെന്ന് വെച്ചു. അപ്പം കുറേ സമയം നമ്മൾ അവിടെ തന്നെ നിന്നു കേട്ടോ. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ചിലപ്പോൾ ഇരുട്ടി തുടങ്ങുമ്പോൾ തിരക്ക് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ കുളത്തിലൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. അപ്പം കുളത്തിലാണെങ്കിൽ വലിയ മീനുകളുണ്ട് കേട്ടോ. അത് കൂട്ടത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണുന്നുണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരു ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട്. പക്ഷേ അതിങ്ങനെ നമുക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബാമും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു. പക്ഷെ അതൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മാറിപ്പോയി. എവിടെ ചത്തു? മീൻ ചത്ത് കിടക്കുന്നു ഗൈസ്. പാവല്ലേ.
ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ നല്ല കാറ്റല്ലേ, ഇവിടെ അങ്ങോട്ട് ഇവിടെ നല്ല കാറ്റ്. ഇവിടെ കുറേ പ്രാവുകൾ. സത്യം പറഞ്ഞാണ്ടല്ലോ ഇവിടെ വരുമ്പോൾ ഇപ്പോഴും ഒരു പോസിറ്റീവ് എനർജി. എനിക്ക് ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ നവംബറിൽ അങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ അത്രയും ആഗ്രഹിച്ചു വന്നത് എൻ്റെ മുന്നിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നല്ലാണ്ട് ഇവിടെ വരുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ രാമേന്ദ്രനിലാണ് ചെരുപ്പ് മേടിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് അങ്ങ് ഇറങ്ങുക. പിന്നെ ഞങ്ങൾ പോയതൊരു കമ്മൽ കടയിലാണ് കേട്ടോ. ഇത് മഹാബലിക്ക് ഓപ്പോസിറ്റുള്ള ഒരു കമ്മൽ കടയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈസ്റ്റ് ഫോർട്ട് വരുമ്പോഴത്തേക്ക് മിക്കപ്പോഴും ഇവിടെ കയറാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടുന്ന് സ്റ്റഡ് മേടിച്ചത് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, അത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത് കവറിനുള്ളിലല്ലേ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് എനിക്ക് ഓക്കെ അല്ലായിരുന്നു. പക്ഷേ വലിയ കമ്മലുകളൊക്കെ ഓക്കെയാണ് കേട്ടോ, നല്ല രസമാണ്. കുറേ കമ്മലുകളുണ്ട് കേട്ടോ. നമുക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് ഫോർട്ട് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കൂ. നല്ല കമ്മലുകളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ബോംബെ ഗാർമെൻറ്റ്സിലാണ്. എനിക്ക് ബ്ലൗസ് എടുക്കാനായിട്ട് പോയതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ മെറ്റീരിയൽ അല്ല എടുത്തത്, അല്ലാണ്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ഇല്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇവിടെ പിന്നെ കുറേ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ലെഹങ്ക ഗൗണൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മെറ്റീരിയൽ എടുക്കുമ്പോൾ അങ്ങനെയായിട്ട് എടുക്കാം. എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കുറേ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. നിങ്ങളൊന്ന് വന്ന് നോക്കണം കേട്ടോ. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓണമായി വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ ബ്ലൗസൊക്കെ കണ്ടുപിടിച്ചെടുത്തായിരുന്നു. തിരിച്ചു പോകണതും ടാസ്ക്കാണ്. ഈ വഴിയിൽ കൂടെ എനിക്ക് എന്താണ് ചെരുപ്പ് പോകണം. ഇവിടെ എവിടെയെങ്കിലൊക്കെ ചെരുപ്പ് വേണം. അങ്ങനെ ആകെ മൊത്തം ടയേർഡായി ഗൈസ്. എനിക്ക് ചെരുപ്പ് നോക്കാനായിട്ട് ഒരു കടയിൽ കയറി. അങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അയ്യോ സാന്ദ്ര ടയേർഡായി വയ്യാണ്ടായി. അയ്യോ ഒരു ചെരുപ്പ് എടുക്കാനായിട്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് കടയിൽ കയറി. ഇവിടെ വന്നു. എനിക്ക് ഓരോ കടയിൽ കയറുമ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ നോക്കി അവസാനം എനിക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നോക്കാം, നമുക്ക് ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം ഗൈസ്. ഇപ്പോൾ കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ കുറച്ച് സമയം അവിടെ നിൽക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് നല്ല രസമായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ എന്ത് സമാധാനമാണെന്ന് അറിയാം. കുറച്ച് സമയം ഞങ്ങളവിടെ നിന്നു. അപ്പോൾ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വന്ന് നിൽക്കുവാണ് കേട്ടോ. നല്ല സമാധാനം. സാന്ദ്ര ഇഷ്ടപ്പെട്ട വ്യൂ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ടയേർഡായി, കുറേ നടന്നു. ബ്ലൗസ് തപ്പി കുറേ നടന്നു. പിന്നെ എനിക്ക് ചെരുപ്പ് മേടിക്കാനായിട്ട് കുറേ നടന്നു. അല്ല, എനിക്ക് തോന്നാണേ ഞാൻ ഫസ്റ്റ് ടൈം അമ്പലത്തിലേക്ക് വന്നിട്ടേ, പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത് അത്രയും ആഗ്രഹിച്ചിട്ട് വന്നതാ. അപ്പൊ ആഗ്രഹിച്ച് വന്നിട്ട് പിന്നെയും തിരിച്ചു പോകുമ്പോ പിന്നെ ഞാൻ അത്ര ലോങ് അല്ലേ, അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ഇനി അമ്പലത്തിലേക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ സംഭവം ഞാൻ വീണ്ടും ഇവിടെ എത്തി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാം. കുറേ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഭയങ്കര കാറ്റ്.
പോവുകയാണ് ഗൈസ്. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു സന്ധ്യ? കൊള്ളായിരുന്നു, നല്ല ദിവസമായിരുന്നു. കൊറേ നടന്നല്ലേ? അതെ, കാല് കടഞ്ഞിട്ട് വയ്യ. കാല് കടയ മീൻസ് കാല് നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയാ? കഴിച്ച് വേദന എടുക്കുന്ന, അതാണ് അവൾ ഉദ്ദേശിച്ചത്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പിന്നെയും തിരക്ക് കുറവാണ്. ചില ദിവസങ്ങളിൽ എന്തോ തിരക്കെന്നറിയോ, സൺഡേ. ഇന്ന് പിന്നെയും തിരക്ക് കുറവാണ്. ഇങ്ങോട്ട് വാ. അങ്ങനെ ഞങ്ങൾ എല്ലാരെയും തള്ളിയിട്ട് ബസ്സിൽ കയറി കുത്തിയിരുന്നു. അയ്യോ, സീറ്റ് കിട്ടി ഗൈസ്. എന്തായാലും സീറ്റ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇത്ര നേരം നടന്ന് കാല് വേദന എടുക്കണോ? എന്താണ് കൊള്ളാല്ലേ? വീകാനില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആകെ ടയേർഡായി. എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി. ഞാനൊരു ലൈമൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. എങ്കിലും എനിക്ക് വയ്യാണ്ടായി. സാന്ദ്രതയെ മുന്നേ കയറി പോവുകയാണ്. അപ്പോൾ ഇതാ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്, ഫുഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ദിവസം. ഇവിടെ ഞാനങ്ങ് അവസാനിപ്പിക്കുക, അതിൻ്റെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ. പിന്നെ എപ്പോഴും പറയുന്ന കണക്ക് ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റാ.